Assalamu alaikum. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹോം മെയ്ഡ് ഫുഡ് കളറാണ്. അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ ചിലവുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫുഡ് കളർ നമുക്ക് സാധാരണ ഫുഡ് കളർ ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 3 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയ 3 ബീട്രൂട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്താലും മതി. അപ്പോൾ ഈ ചെറിയ അളവിലുള്ള ബീട്രൂട്ട് എടുത്താലും നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റിയിൽ ഫുഡ് കളർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ ഈ ഉപ്പേരിക്കൊക്കെ ചീകിയെടുക്കുമല്ലോ, അതായത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് പോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതും വളരെ ചെറിയ ഹോളിൽ വെച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ തോരൻ വെക്കാനും ഉപ്പേരിക്കൊക്കെ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കില്ല. അതിൽ ഏറ്റവും ചെറിയ ഹോളുള്ള ഗ്രേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ചെറിയ ഹോളുള്ളതിലുണ്ടല്ലോ അതിൽ വെച്ചിട്ട് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ നമുക്ക് ഈ ഒരു ചെറിയ വളരെ തിന്നായിട്ട് ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഒരുമിച്ച് വെച്ച് ഇത് ഉണക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് 2 പാത്രത്തിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡ് കളർ നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കും. എന്നതിന് ശേഷമാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ച് ഇങ്ങനെ ഈ ഒരു നമ്മളിപ്പം ചീകിയെടുത്തത് കംപ്ലീറ്റ് ഒരുമിച്ചൊരു പ്ലേറ്റിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് 2 പ്ലേറ്റിലായിട്ട് മാറ്റി വെച്ചിട്ടാണ്, അതായത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വളരെ തിന്നായിട്ട് നമ്മൾ ഇതുപോലെ പരത്തി വെക്കുക. അപ്പോൾ വെയിലത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത് 2 പ്ലേറ്റിലായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ വെയിലത്തോട്ട് വെക്കുകയല്ലോ, അപ്പോൾ ഈ പൊടിക്കാറ്റൊക്കെ അടിച്ചിട്ട് പൊടി ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ പുറത്ത് വെക്കുന്നതല്ലേ, അപ്പോൾ കാറ്റത്ത് പൊടിയൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു വെയിലിൻ്റെ അവസ്ഥ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഉണങ്ങി കിട്ടും. അപ്പം ഞാനിതൊരു ഉച്ചയ്ക്ക് 11 മണിക്കാണ് കൊണ്ടുവയ്ക്കുന്നത്. ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടും. എന്തായാലും ഞാനിപ്പോൾ അത് വെയിലത്തുകൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഈ ബീട്രൂട്ടിനെ പറയില്ല, അത്രത്തോളം നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് 3 മണിയായപ്പോഴത്തേക്കും ഇത് എടുത്തു കേട്ടോ. പക്ഷേ നല്ലതുപോലെ ഡ്രൈ ആയെന്ന് മാത്രമല്ല അത് ഏകദേശം പൊടിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉണക്കണമെന്നില്ല, പറ്റുന്ന എത്രയോ അത്രത്തോളം നന്നായിട്ട് ഉണക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒട്ടും തന്നെ നനവില്ലാത്തൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ, നല്ല പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. പിന്നെ ആ ജാറിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. കാരണം ചെറിയ ചെറിയ കട്ടകൾ കാണും, അതൊക്കെ മാറ്റാനായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള അതായത് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. ഇതിൽ ഒട്ടും തന്നെ കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല. നമുക്കിത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കി നോക്കാം. ഇതിൻ്റെ ഒരു കളറിൻ്റെ ആ ഒരു നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ കളർ തന്നെയാണോ അതോ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ കളറാണോ അതോ അത്രയും ഇല്ലേ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് കളറാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. വളരെ കുറച്ച് മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ, എന്നിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഈ ഒരു കളർ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നമുക്ക് കേക്കിന് ഉപയോഗിക്കാം, വിപ്പിംഗ് ക്രീമിന് ഉപയോഗിക്കാം, പിന്നെ അതുമാത്രമല്ല പൈപ്പിംഗ് ജെല്ലിന് ഉപയോഗിക്കാം. നമ്മൾ എന്തൊക്കെയാണോ കളർ വെച്ചിട്ട് ഈ ഒരു റെഡ് കളർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ റെസിപ്പീസിനും ഉപയോഗിക്കാം, കറികൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന്. അങ്ങനെ ഒട്ടും തന്നെ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഈ ഒരു ഫുഡ് കളറിനുണ്ടാവില്ല. ഇനി നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6 മാസം വരെ ഒട്ടും തന്നെ കേടാകാതെ ഇരിക്കും. പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്, ഹായ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേര് ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum. Assalamu alaikum.